ഹലോ എവരി വൺ, ഡ്രീംസ് വിത്ത് സിനിയ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിഡ്സ് ഫ്രോക്കിൽ നിന്ന് മാറി നമ്മുടെ ഡ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്താലോ. ആദ്യം ചുരി ബോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാകുമ്പോൾ വലിയ മെഷർമെൻറ്റോ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒരു വളവോ തിരിവോ ഒന്നുമില്ല. ഈസിയായി സ്റ്റിച്ചിങ് പഠിക്കാത്തവർക്ക് കൂടി ചെയ്യാം. ഇതിനാൽ തന്നെ സിമ്പിൾ ആക്കാൻ തന്നെ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ബിഗിനേഴ്സിന് വരെ നല്ല ഈസി ആകും. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റുമായും ചുരി ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയണം. എക്സൽ ഡബിൾ എക്സലുകാർക്ക് ഈ അളവ് മതിയാകും. ആദ്യം ഞാൻ പേപ്പറിലൊന്ന് കാണിക്കാം. ക്ലോത്ത് ഇങ്ങനെ നീളത്തിലിട്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യണം. ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയിടണം. ഇവിടെ 3 സൈഡുണ്ട്, 2 ഓപ്പണും 1 ഫോൾഡും. ഈ ഒരു ഫോൾഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇട്ടിട്ട് താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഇത് കൂടാതെ 2 പീസ് കൂടിയുണ്ട്, അത് ക്ലോത്തിൽ കാണിക്കാം. ഇനി ക്ലോത്ത് എടുക്കാം. പേപ്പറിൽ കാണിച്ചതുപോലെ ക്ലോത്ത് ആദ്യം ഫോൾഡ് ചെയ്ത് പിന്നെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഇടാം. താഴെ നിന്ന് ടേപ്പ് വെച്ച് ഒരു 6.5 ഇഞ്ച് കിട്ടുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. സാധാരണ ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. കാൽവണ്ണം കുറച്ച് കൂടുതലുള്ളവർക്ക് 6.5 ഇഞ്ചിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 ഇഞ്ചിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. താഴെ ഭാഗം മാത്രം 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. മുകളിലേക്ക് ഒരു 13 ഇഞ്ച് വരെ 6 ഇഞ്ചിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ചുരുക്ക് വരുന്നത്. ബോട്ടത്തിൻ്റെ താഴെ ഭാഗം കീഴ്ന്ന് കിടക്കാതിരിക്കാൻ നമുക്ക് ഇവിടെ ഒന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചാൽ മതി. ഈ പോയിന്റ് സൈഡ് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. ഈ ചരിവ് വശം ഒരു 17 ഇഞ്ച് ലെങ്ത് ഉണ്ടാകും. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബെൽറ്റിന് വേണ്ടിയുള്ള പീസ് എടുക്കാം. ഇത് ഫോൾഡ് ചെയ്ത ക്ലോത്താണ്. 25 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ബെൽറ്റ് കട്ടിങ്ങും കഴിഞ്ഞു. ഇനി ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ക്ലോത്തുമായി സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഇവിടെ നിന്ന് നീളത്തിൽ 17 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ ക്ലോത്തിൻ്റെ അരികിലൂടെ പേപ്പറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ക്രോച്ച് ലൈനായിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. പാൻറ് പീസ് ക്രോച്ച് ലെങ്ത്തുമായി യോജിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് അഥവാ തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഈ പേപ്പർ നിങ്ങൾ കളയാതെ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ബോട്ടം കട്ട് ചെയ്യുമ്പോൾ വീണ്ടും പേപ്പർ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ പേപ്പറിൻ്റെ ഷേപ്പിലുള്ള 4 ക്ലോത്ത് വേണം. ക്ലോത്തിൻ്റെ മുകളിൽ പേപ്പർ ഇട്ട് മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി.
ഇനി പാൻറ് പീസ് എടുത്ത് ഒന്ന് വിരിച്ചിട്ടിട്ട് ഈ 4 പീസും ഷേപ്പിൽ കറക്റ്റ് ആകുന്ന രീതിയിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട്, അതായത് ഒരു പീസിൻ്റെ ലെഫ്റ്റും റൈറ്റും മറു പീസിൻ്റെ ലെഫ്റ്റും റൈറ്റും അങ്ങനെ കറക്റ്റ് ആകുന്ന രീതിയിൽ വെച്ചിട്ട് പേൾ പിൻ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരെ എടുത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. വിശദമായി തന്നെ പറഞ്ഞു പോകുന്നത് കൊണ്ട് കട്ടിംഗ് വീഡിയോ കൊണ്ട് തന്നെ ഞാനിവിടെ നിർത്തുകയാണ്. സ്റ്റിച്ചിങ് പാർട്ടുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.